കുറച്ച് കാലം മുമ്പ് ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനായിരുന്ന ബിൽ ഗേറ്റ്സിനോട് ഒരാൾ ഒരു കാര്യം ചോദിച്ചു. അങ്ങേക്കാൾ വലിയ പണക്കാരനുണ്ടോ? അന്ന് ബിൽ ഗേറ്റ്സ് ആയിരുന്നു ഏറ്റവും വലിയ പണക്കാരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ കഥ പറയുകയാണ്. അതായത്, ഞാൻ ഗ്രാജുവേഷന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷിക്കാഗോ എയർപോർട്ടിൽ ഒരു ദിവസം വന്നു. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ പയ്യൻ, ഒരു പത്രം വിൽക്കുന്ന ഒരു പയ്യൻ എൻ്റെ അടുത്ത് കൂടെ നടന്നുപോയി. അപ്പോൾ ആ പത്രത്തിൽ കണ്ട ഒരു ഹെഡ്ലൈൻ കണ്ടപ്പോൾ അത് ആ പത്രം എനിക്ക് വായിക്കണം, എനിക്ക് ആ പത്രം വേണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഞാൻ പത്രം മേടിക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല. അപ്പോൾ ഞാനത് പത്രം മേടിച്ച് നോക്കിയിട്ട് ആ പത്രം തിരിച്ചു കൊടുത്തു. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, എന്താ അങ്ങ് പത്രം വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ചില്ലറയില്ല എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, അങ്ങ് പത്രം വാങ്ങിച്ചോളൂ, ഞാൻ പൈസ വേണ്ട, എനിക്ക് കയ്യിൽ വെച്ചോ, വായിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി നിർബന്ധിച്ച് ആ പത്രം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പുള്ളി ആ പത്രം വായിച്ചു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞൊരു 1-2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ആ എയർപോർട്ടിൽ വന്നപ്പോൾ ഈ പയ്യൻ തന്നെ അവിടെ ഈ പത്രം വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും എനിക്ക് ഈ പത്രം വാങ്ങണം എന്നുള്ളൊരു തോന്നലുണ്ടായി. ഞാൻ വീണ്ടും അവൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിച്ചെങ്കിലും അന്നും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഒരു അത്ഭുതകരമായൊരു സംഭവം തന്നെയാണ്, കാരണം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, പൈസ വേണ്ടേ, അങ്ങ് വായിച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബിൽ ഗേറ്റ്സ് പറഞ്ഞു, അല്ല വേണ്ട, ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ നിൻ്റെ ഇന്ന് പത്രം വാങ്ങിച്ചതാണ്, എനിക്ക് വേണ്ട, ഇങ്ങനെ ഫ്രീ ആയിട്ട് തരാം. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, വേണ്ട, നിങ്ങൾ വച്ചോളൂ, കാരണം അത് എൻ്റെ ലാഭത്തിൽ നിന്ന് കിട്ടിയ ഒരു അംശമാണ് ഈ പത്രം. എനിക്ക് എൻ്റെ ലാഭത്തിൽ നിന്നുള്ളൊരു അംശം മാത്രമേ ഉള്ളൂ, എനിക്ക് നഷ്ടം സംഭവിക്കില്ല, അതുകൊണ്ട് താങ്കൾ ഈ പത്രം വാങ്ങിച്ചോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ പത്രം വാങ്ങിക്കൊണ്ട് പോയി വായിച്ചു. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു. ഒരു 19 വർഷം കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്കും ബിൽ ഗേറ്റ്സ് വലിയൊരു സാമ്പത്തിക ശേഷിയുള്ള ഒരാളായി മാറി. അങ്ങനെ വീണ്ടും അദ്ദേഹം ആ കുട്ടിയെ, ആ പയ്യനെ അന്വേഷിച്ച് ആ എയർപോർട്ടിൽ വരികയും ആ കുട്ടിയെ അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെ 1.5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ആ കുട്ടിയൊന്ന് വലുതായി അവനെ കണ്ടെത്തിയത്. അങ്ങനെ അവൻ്റെ അടുത്ത് ചെന്ന് ഈ ബിൽ ഗേറ്റ്സ് ചോദിച്ചു, നിനക്കെന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങ് ബിൽ ഗേറ്റ്സ് അല്ലേ, എനിക്കറിയാം എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ 2 പ്രാവശ്യം നിൻ്റെ ഇന്ന് പത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അതിന് പകരം തരാൻ വേണ്ടി ഞാൻ എൻ്റെ അടുത്ത് വന്നത്, നിനക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാം എൻ്റെ അടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, അന്ന് ഞാൻ ഒരു പാവപ്പെട്ടവനായിരുന്നപ്പോഴാണ് അങ്ങയെ ഞാൻ സഹായിച്ചത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സാമ്പത്തിക ശേഷി നേടിയതിന് ശേഷം വന്നിട്ട് എന്നോട് ചോദിക്കുകയാണത്, നിനക്കെന്ത് വേണമെന്ന്. പക്ഷേ ഞാനെന്നാൽ എൻ്റെ ദാരിദ്ര്യാവസ്ഥയിൽ നിങ്ങളെ സഹായിച്ചതിന് ഒരിക്കലും പകരമാവില്ല സാർ. നിങ്ങളെല്ലാം നേടിയതിന് ശേഷം എന്നെ സഹായിക്കാൻ വരുമ്പോൾ അതിന് പകരമാവില്ല ഒരിക്കലും. ഇത് കേട്ട ബിൽ ഗേറ്റ്സ് അമ്പരന്ന് പോയി. കാരണം ഇവനെന്തുകൊണ്ടും ചോദിക്കും, ഞാൻ ചോദിക്കുന്നതിന് അമ്പരന്ന് അവൻ എന്തും ചോദിക്കുമെന്ന് വിചാരിച്ചപ്പോൾ അവൻ്റെ മറുപടി കേട്ടപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. ഇനി നിങ്ങൾ പറയൂ, ആരാണ് ഇതിനകത്ത് പണക്കാരൻ? ഞാനാണോ ആ പയ്യനാണോ? ഒരാളുടെ ഹൃദയ സമ്പന്നതയേക്കാൾ വലുതല്ല ഒരിക്കലും ഭൗതികമായ സാമ്പത്തികം. സഹായമെന്ന ഗുണത്തിന് ഒരു സമയപരിധിയില്ല. കാരണം നമ്മൾ നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ മക്കൾക്കും എല്ലാം നേടിയതിന് ശേഷം മറ്റുള്ളവരെ സഹായിക്കാം എന്ന് കരുതിയിരുന്നാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയായിരിക്കാം നമ്മുടെ ഉള്ളിലുള്ളത്. പക്ഷേ ആയുസ് എന്ന മഹാസത്യം, ആ സത്യം നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് എന്നുള്ള ഒരു ബോധ്യം, സത്യം നമ്മൾ മറന്നു പോകരുത്.